നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിലേക്കാണ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായൊരു വ്യൂ ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ശരിക്കും ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് തുടയന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. തുടയന്നൂർ ഹിൽ സ്റ്റേഷൻ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഗൂഗിളിൽ ചിതറ ഓയിൽ പാം എസ്റ്റേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പൊളിഞ്ഞ കെട്ടിടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഏകദേശം 3500 ഏക്കറിന് മുകളിലാണ് ഈ എസ്റ്റേറ്റ് വ്യാപിച്ച് കിടക്കുന്നത്. നമ്മൾ ഈ കയറി വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ നമുക്ക് പനമരത്തിൻ്റെ തൈകളാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ പനമരങ്ങളെ കാണാനായി സാധിക്കും. ഏകദേശം 40 വർഷത്തോളമാണ് ഒരു പനമരത്തിൻ്റെ പ്രായം വരുന്നത്. അതിനുശേഷം അതിനെ മുറിച്ചു മാറ്റി വീണ്ടും പുതിയ തൈ റീപ്ലാന്റ് ചെയ്യുകയാണ് പതിവ്. നമുക്ക് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കയറി ഈ കാഴ്ചകൾ കാണാനായിട്ട് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. മാത്രമല്ല അവധി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പെർമിഷനോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാവുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കുടുക്കത്ത് പാറ കാണാൻ സാധിക്കും. കുടുക്കത്ത് പാറയുടെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ നമുക്ക് ചെയ്യാം. നമ്മൾ പലതവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ കൃത്യമായിട്ടൊരു വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഈ തേയിലത്തോട്ടം കാണുന്ന പോലെയാണ് ഇവിടെ ഈ കുന്നിൻ ചെരുവുകളിൽ പന ഇങ്ങനെ നട്ടു വളർത്തി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ വർക്കേഴ്സിനും മറ്റും താമസിക്കാനുള്ള ക്വാർട്ടേഴ്സാണ്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. നമ്മളിപ്പോൾ ഈ കാണുന്ന നല്ല പ്രായമുള്ള വലിയ പനമരങ്ങളാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് കാ കിടപ്പുണ്ട് കേട്ടോ. മറ്റൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലൊരു പനങ്കുല നമുക്ക് കാണാനായി സാധിച്ചു. ഇതിൻ്റെ കായിൽ നിന്നാണ് അവർ പാം ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ സൺഫ്ലവർ, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ഇതിൽ നിന്നെല്ലാം മാക്സിമം 1 ഹെക്ടറിൽ നിന്ന് 1 ടൺ ഓയിലാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ 3 മുതൽ 5 ടൺ വരെ പാം ഓയിൽ എടുക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ടാണ് അസിസ്റ്റൻ്റ് മാനേജറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ഗോഡൗൺ നമുക്ക് കാണാൻ സാധിക്കും. ഈ മരങ്ങളുടെ വളവും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഗോഡൗൺ ആവാനാണ് സാധ്യത. ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മണ്ടത്തിൽ ഒരു മയിൽ പറന്നു വരുന്നുണ്ടല്ലേ. ഇതുപോലെ നിറയെ മയിലുകളൊക്കെ ഉള്ളൊരു ഏരിയയാണിത്. നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഗ്രൗണ്ടും അവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിനി ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതുപോലെ ഒരുപാട് കോമ്പൗണ്ടുകൾ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളിനി അടുത്തായിട്ട് പോകാൻ പോകുന്നത് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു വാട്ടർഫാളിലേക്കാണ്. നിങ്ങൾ ഈ വാട്ടർഫാളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ വഴി ചോദിച്ചിട്ട് വേണം പോകാൻ.
കാരണം ഒരുപാട് തിരിവുകളുള്ളത് കൊണ്ട് നമുക്ക് വഴി തെറ്റാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ടാലും നമുക്ക് കറക്റ്റ് അങ്ങോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം അങ്ങോട്ടേക്ക് കൂടുതൽ ഓഫ് റോഡാണ്. എന്തായാലും നിങ്ങൾക്ക് പോകാനുള്ള കുറച്ച് വഴികൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതാ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കടയും കാണിക്ക വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ പോയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്കൊരു കോമ്പൗണ്ട് കാണാൻ സാധിക്കും. ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൂടെയാണ് പോകാനുള്ളത്. ഇതിവിടെ മുമ്പുണ്ടായിരുന്നൊരു ഫാക്ടറിയാണ്. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് വാട്ടർഫാളിലേക്ക് പോകാനായിട്ട് ഇതുപോലെ ഫുൾ ഓഫ് റോഡാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു പാലവും അരുവിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് മുമ്പോട്ട് ഇതുപോലെ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വഴി കറക്റ്റ് മനസ്സിലാവാതെ വഴി തെറ്റാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പോകുന്ന വഴിയിൽ കണ്ട കുറച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഈ വാട്ടർഫാളിലേക്ക് എത്തിച്ചേർന്നത്. നമ്മളീ കാണുന്നതാണ് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഹിഡൻ വാട്ടർഫാൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പേര് കന്യാർകയം വാട്ടർഫാൾ എന്നാണ്. നമ്മൾ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ലൈറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടുതലും ഫോട്ടോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം നമ്മൾ വാട്ടർഫാളിൽ തിരിച്ചു പോയപ്പോൾ ഏകദേശം ഈ ഒരു ടൈമായി. പക്ഷേ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചിറങ്ങാൻ സാധിച്ചു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു യാത്രയിലൂടെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.